മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയെ ഡൽഹിയിലെത്തിച്ചു. അറസ്റ്റ് രേഖപ്പെടുത്തി. ഔദ്യോഗികമായി NIA ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗൗതം അനന്തനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം തഹാവൂർ റാണയെ ഡൽഹിയിൽ എത്തിച്ചതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ്. ഇനി എങ്ങോട്ടാണ് റാണയെ ആദ്യമായി കൊണ്ടുപോവുക എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും NIA ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണല്ലേ? ദേവിക, വൈകുന്നേരത്തോടു കൂടിയാണ് ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ദേശീയ അന്വേഷണ ഏജൻസി നടത്തുന്നത്. നിലവിൽ പാലം എയർപോർട്ടിനകത്ത് തന്നെ, എയർബേസിനകത്ത് തന്നെയാണ് തഹാവൂർ റാണ ഉള്ളത്. അവിടെ ഒരുപക്ഷെ മെഡിക്കൽ പരിശോധനയാകാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എയർപോർട്ടിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം NIA മാധ്യമങ്ങൾക്ക് നൽകിയിട്ടില്ല. NIA വിശദീകരിക്കുന്നത് ഈ തഹാവൂർ റാണ എന്ന ഭീകരനെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് പ്രത്യേകിച്ച് പാലം എയർബേസിൽ അവിടെ ലാൻഡ് ചെയ്തു എന്ന വിവരണം മാത്രമാണ് NIAയുടെ ഈ ഒരു വിശദീകരണ കുറിപ്പിനകത്ത് ഉള്ളത്. അതിനുശേഷമുള്ള ഒരുപക്ഷെ മെഡിക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ഈ പാലം എയർബേസിനകത്ത് നടക്കുന്നുവെന്ന് നമുക്ക് വിവരങ്ങൾ ലഭ്യമാണ്. മാത്രമല്ല, ഈ ഡൽഹിയിൽ എത്തിച്ച ഉടൻ തന്നെ NIA അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും സ്വാഭാവികമായും കോടതി നടപടിയാണുള്ളത്. കാരണം ഒരു പ്രതിയെ കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായും കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ കോടതിയുടെ അനുമതി വേണം എന്നതാണ് നിയമം. അതിനാൽ NIA കോടതിയിൽ ഓൺലൈൻ മാർഗം ഹാജരാക്കുകയാണ്. അതല്ലാതെ ഇനി ഈ വൈകിയ സമയത്ത് അല്ലെങ്കിൽ പട്ടിയാല കോടതിയിലേക്ക് നേരിട്ട് എത്തിച്ച് ഹാജരാക്കുന്ന ഒരു നീക്കത്തിന് NIA ശ്രമിക്കത്തില്ല. മറിച്ച് ഓൺലൈൻ മാർഗം ഹാജരാക്കിയ ശേഷം NIA കസ്റ്റഡി കാലാവധി കോടതിയോട് ആവശ്യപ്പെടും. സ്വാഭാവികമായും കോടതി ഇത്ര ദിവസത്തേക്ക് കസ്റ്റഡിയിലേക്ക് വിടുകയും അതിനുശേഷം പിന്നീട് ചോദ്യം ചെയ്യൽ വിശദമായി ആരംഭിക്കുകയും ചെയ്യും. 12-അംഗ സംഘമാകും ഈ കൊടും ഭീകരനെ ചോദ്യം ചെയ്തത്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ വിവിധ വിഷയങ്ങളെ പറ്റി ചോദ്യം ചെയ്യും. അതിലൊന്ന് പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIക്കുള്ള പ്രധാനപ്പെട്ട റോൾ എന്തായിരുന്നു ഈ മുംബൈ ഭീകരാക്രമണത്തിൽ എന്നത് സംബന്ധിച്ചാണ്. കാരണം ISIയുടെ പ്രധാനപ്പെട്ട മേജർമാരിൽ ഒരാളായിട്ടുള്ള മേജർ ഇക്ബാൽ ഉൾപ്പെടെയുള്ളവർ മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തവരുടെ പട്ടികയിൽ ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള കണ്ടെത്തൽ നേരത്തെ തന്നെ ഭാരതം നടത്തിയത്. അതിനാൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായിട്ടുള്ള ISI മുംബൈയിൽ 2008 നടന്ന ഭീകരാക്രമണം മാത്രമല്ല, UPA സർക്കാർ രാജ്യത്ത് അധികാരത്തിലിരുന്ന ഘട്ടത്തിൽ നമ്മുടെ ദേശത്ത് നടന്നിട്ടുള്ള വിവിധ ഭീകരാക്രമണങ്ങൾ, അത് ഡൽഹിയിൽ തുടർച്ചയായി ഉണ്ടായ ഭീകരാക്രമണങ്ങൾ, അത് കൂടാതെ മുംബൈയിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, വിശേഷിച്ച് 2008 നവംബർ മാസം 26-ന് ഉണ്ടായ വലിയ ഭീകരാക്രമണം. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ ഈ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIക്കുള്ള ബന്ധം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ ചോദ്യം ചെയ്യൽ ഈ തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ട് നടക്കും. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബ, അതിൻ്റെ ഏതൊക്കെ തലവന്മാരാണ് ഈ ഭീകരാക്രമണം ആസൂത്രണം സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ തേടുന്ന ഉത്തരങ്ങൾ തീർച്ചയായും തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ ലഭിക്കും എന്ന ഉത്തമമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അമേരിക്കയിൽ ഈ കൊടും ഭീകരനെ ഇപ്പോൾ നമ്മുടെ രാജ്യ തലസ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിനാൽ ഇനിയും കോടതി ഹാജരാക്കുന്ന ഘട്ടത്തിൽ ഇത്ര ദിവസത്തേക്കുള്ള കസ്റ്റഡി കാലാവധി NIA ആവശ്യപ്പെടുന്നു. അത് കൃത്യമായി കോടതി നൽകുകയും ചെയ്യും. അതിനുശേഷമാകും പിന്നീട് ഈ 12-അംഗ സംഘം ഇയാളെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നത്. ദേവിക. ശരി, ഐസൻ ജോസ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൻ, ഇപ്പോൾ തഹാവൂർ ഹുസൈൻ റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വളരെയധികം രഹസ്യ സ്വഭാവമുള്ളൊരു സംഭവമായി തന്നെ ഇതിനെ കാണാൻ സാധിക്കും. കാരണം എവിടേക്കാണ് റാണയെ കൊണ്ടുപോകുന്നത്, അങ്ങനെയുള്ള ഒരു വിവരങ്ങളും NIA ഈ ഒരു ഘട്ടത്തിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നതിൻ്റെ പ്രധാന കാരണം തന്നെ ഇയാൾക്കെതിരെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. മാത്രവുമല്ല, ഒരു കൊടും ഭീകരനെ ഭാരതത്തിലെത്തിക്കുമ്പോൾ വളരെയധികം സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. തീർച്ചയായും ദേവിക, അതീവ രഹസ്യ സ്വഭാവത്തോടെ ഇയാളെ നാട്ടിലെത്തിക്കുകയും അതുപോലെ തന്നെ നാട്ടിലെത്തിച്ചതിന് ശേഷമുള്ള നടപടി, അതായത് ഭാരതത്തിലെത്തിക്കുകയും അതിനുശേഷമുള്ള നടപടികൾ പുരോഗമിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെയാണ് ഈ സൂചനകളെല്ലാം തന്നെ NIAയുടെ സൂചനകളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ഈ കേസിൽ, അതായത് ഏപ്രിൽ 4-ാം തീയതിയാണ് അന്തിമമായ തഹാവൂർ റാണക്ക് നൽകിയ കേസിൽ അന്തിമമായൊരു തീരുമാനമുണ്ടാകുന്നത് US സുപ്രീം കോടതിയുടേത്. അത് 7-ാം തീയതിയാണ് പ്രഖ്യാപിക്കുകയും ചെയ്തത്. സ്വാഭാവികമായും ഇന്ന് 10-ാം തീയതിയിലേക്ക് എത്തിയിരിക്കുന്നു. 4
4-ാം തീയതി മുതൽ 6 ദിവസം വരെയുള്ള സമയം ഇയാൾ ഇവിടെ ഭാരതത്തിലേക്ക് എത്തുന്നത് സംബന്ധിച്ച കൃത്യമായ ഒരു സൂചന, ഇയാൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഗൗതം സൂചിപ്പിച്ചതിൽ നിന്നും വളരെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ISIയുടെ ഇൻവോൾവ്മെൻറ്റും അതുപോലെ തന്നെ മേജർ ഇക്ബാലിൻ്റെ ഇൻവോൾവ്മെൻറ്റും എല്ലാം തന്നെ വളരെ കൃത്യമായി അറിയുന്ന ഒരു കുറ്റവാളി അല്ലെങ്കിൽ കൊടും ഭീകരനാണ് ഈ തഹാവൂർ റാണ എന്നതുകൊണ്ട് തന്നെ അയാളെ ഇല്ലാതാക്കുക എന്നത് കൃത്യമായൊരു ലക്ഷ്യമായിരിക്കും. അത് അന്തിമമായ തെളിവ്, പാകിസ്ഥാനെതിരായ തെളിവ് ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യം തന്നെയായിരിക്കും. ആ ലക്ഷ്യം നടപ്പാക്കുന്നതിന് വേണ്ടി ഇയാളുടെ ജീവൻ എടുക്കാനുള്ള നീക്കങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. അത് പ്രാഥമികമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. അത് ഏത് രീതിയിലുള്ള ആക്രമണമായിരിക്കും നടക്കുക എന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉള്ളൊരു സാഹചര്യത്തിലാണ് അതീവ രഹസ്യ സ്വഭാവത്തിൽ ഇയാളെ കോടതിയിൽ ഹാജരാക്കാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങുകയും ചെയ്യുന്നത്. ഇയാളെ കോടതിയിൽ നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇയാളെ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക്, അതായത് കസ്റ്റഡിയിൽ ആവശ്യമുണ്ടായിരിക്കും, കസ്റ്റഡി വേണ്ടത് അനിവാര്യമായിരിക്കും. കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം നമുക്കറിയാവുന്നതാണ്, നേരത്തെ അല്പസമയം മുമ്പ് നമ്മളോട് അന്ന് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്യാനായി അമേരിക്കയിലെത്തിയ ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെ പറയുന്നുണ്ട്, ഇയാളെക്കുറിച്ചുള്ള കൃത്യമായ സൂചന, തഹാവൂർ റാണയെക്കുറിച്ചുള്ള കൃത്യമായ സൂചന അവർക്കന്ന് ലഭിച്ചിരുന്നു എന്നാണ്. പക്ഷേ ആ സൂചനയിൽ നിന്നും തുടർന്ന് നടപടിയിലേക്ക് 2008 സംഭവമുണ്ടായി. 2009 ആ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ കോൾമാൻ ഹെഡ്ലിയുടെ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് പ്ലോട്ടിംഗ് നടത്തി കൊടുത്തത്, അതായത് നമുക്കറിയാവുന്നതാണ്, ഈ മുംബൈ പോലുള്ള നഗരങ്ങൾ പണ്ട് തന്നെ, അതായത് പാകിസ്ഥാൻ 1970കളിലൊക്കെ തന്നെ ലക്ഷ്യം വെച്ചൊരു പ്രദേശമാണ് മുംബൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറയുന്ന ബോംബെ പോർട്ട് സിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ കൃത്യമായി ലക്ഷ്യം വയ്ക്കുന്നൊരു പ്രദേശമാണ്. അത്തരത്തിൽ ലക്ഷ്യം വയ്ക്കുന്നൊരു പ്രദേശത്ത് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക നമുക്കറിയാവുന്നതാണ്. മുംബൈ നഗരത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാവുന്നതാണ്, വൻതോതിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശമാണ്. ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റിയുള്ള ഒരു പ്രദേശം കൂടിയാണത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ആക്രമണം അവിടെ നടന്നാലും വൻ തോതിലുള്ള കാഷ്വാലിറ്റികൾ ഉണ്ടാകാനും മരണങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത്തരത്തിൽ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമൂഹത്തിനുണ്ടാകുന്ന ടെറർ മുതലാക്കുക എന്ന നീക്കം തന്നെയാണ് കൃത്യമായി പാകിസ്ഥാൻ ഇവർക്ക് പിന്തുണ നൽകുമ്പോൾ നടത്തിയത് എന്ന കാര്യത്തിലും തർക്കമില്ല. അത്തരത്തിലൊരു ആക്രമണം നടത്തുക, പലയിടങ്ങളിലായി ആക്രമണം നടത്തുക, ഒളിച്ചിരുന്ന ഒരു പ്രത്യേക രീതിയിൽ, അതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു ആക്രമണം നടത്തുക, അതിന് കൃത്യമായി പ്ലോട്ടുകൾ കണ്ടെത്തുക. നമുക്കറിയാവുന്നതാണ്, ട്രിഡൻ്റ് ഹോട്ടൽ, അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഇടങ്ങൾ, നരിമാൻ ഹൗസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്താനുള്ള നീക്കങ്ങളാണ് നടത്തിയത്. അതുപോലെ ടാറ്റയുടെ ഹെറിറ്റേജ് സെൻ്ററുകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ആക്രമണം നടത്താനുള്ള കൃത്യമായ പ്ലോട്ടിംഗ് നടത്തിയത് ഈ തഹാവൂർ റാണയാണ് എന്നാണ് വ്യക്തമായ സൂചനകൾ ലഭിച്ചത്. നമുക്കറിയാവുന്നതാണ്, 2011 ഇയാൾ അമേരിക്കയിൽ കസ്റ്റഡിയിലാവുന്നത് ഒരു ഡാനിഷ് ന്യൂസ് പേപ്പർ ഓഫീസ് ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ പിടിയിലാകുന്നത്. അതിനുശേഷം അന്ന് മുതൽ ജയിലിൽ കഴിയുന്നുണ്ട്. ജയിലിൽ കഴിയുന്ന സമയത്താണ് ഭാരതത്തിന് ഇയാളെ വിട്ടുകിട്ടണമെന്നൊരാവശ്യവുമായി ഈ അടുത്ത കാലങ്ങളിൽ, അതായത് ഏതാണ്ട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതും ഔദ്യോഗികമായി കൃത്യമായ നിയമ നടപടികളും നയതന്ത്ര നീക്കങ്ങളും ആരംഭിച്ചത്. ഉടൻ തന്നെ ഇയാൾ തൻ്റെ പ്രതിരോധ നടപടികൾ അവിടെയുള്ള നീതിന്യായ വ്യവസ്ഥയിൽ ആരംഭിക്കുകയായിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ എടുത്തു പറയേണ്ടത്, ഈ നീതിന്യായ വ്യവസ്ഥയിൽ, അമേരിക്കയിലെ നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയിലെ എല്ലാ കോടതികളിലും ഇയാളെ ഭാരതത്തിലേക്ക് തിരിച്ചയക്കുന്നത് സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ നാടുകടത്തുന്നത് സംബന്ധിച്ചുള്ള എല്ലാ പെറ്റീഷനുകളും തള്ളപ്പെട്ടു എന്നതാണ്. നമുക്കറിയാവുന്നതാണ്, 97 മുതൽ ഭാരതം കുറ്റവാളികളെ കൈമാറുന്നതിന്, പ്രത്യേകിച്ച് ഭീകര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ കൈമാറുന്നതിന് കൃത്യമായ ധാരണ 97 മുതലുണ്ട്. 99 അത് റാറ്റിഫൈ ചെയ്യുകയും അത് നടപ്പാവുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നടപ്പായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇയാളെ ഭാരതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്, ഭാരതത്തിലേക്ക് നാട് കടത്തിയിരിക്കുന്നത് US എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ധാരണ പ്രകാരം ഭാരതത്തിലേക്ക് നാട് കടത്തുന്ന ആ നടപടിക്രമത്തെ തടയുന്നതിന് കൃത്യമായ നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. US-ലെ ട്രയൽ കോടതി, അതായത് നമ്മുടെ ജില്ലാ കോടതി എന്നൊക്കെ പറയുന്നത് പോലുള്ള ട്രയൽ കോടതികളിലും, അതുപോലെ തന്നെ ഫസ്റ്റ് അപ്പീൽ കോടതി, ഹൈക്കോടതിക്ക് സമാനമായ കോടതികളിലും, അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും കൃത്യമായ നിയമ നടപടികൾ നീക്കിയെങ്കിലും അതിലൊന്നും തന്നെ വിജയിക്കാൻ റാണയ്ക്കായില്ല. പിന്നീടാണ് മറ്റൊരു സുപ്രധാനമായ നീക്കം നടത്തിയത്. ഈ ഡാനിഷ് ന്യൂസ് പേപ്പറിനെതിരായ ആക്രമണം നടത്തിയതിൻ്റെ പിന്നിലും ലഷ്കർ-ഇ തോയ്ബയാണ്. ലഷ്കർ-ഇ തോയ്ബയ്ക്ക് പിന്തുണ നൽകി എന്നതായിരുന്നു ആരോപണം ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നത്. കുറ്റകൃത്യം ഉണ്ടായിരുന്നതും ഇയാളെ ശിക്ഷിച്ചതും ആ കുറ്റകൃത്യത്തിലാണ്. അങ്ങനെയാണ് ഇയാൾ ജയിലിൽ കഴിയുന്നത്. അത്തരത്തിൽ കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോൾ ലഷ്കർ-ഇ തോയ്ബ തന്നെ നടത്തിയ മറ്റൊരു ആക്രമണത്തിന് പിന്തുണ നൽകിയെന്ന് പറയുന്ന ആ പ്രശ്നത്തിന് വീണ്ടും വിചാരണ നേരിടുന്നത് ഇരട്ട വിചാരണ ആയി മാറും. അത് തെറ്റാണ്, ഭാരതത്തിൻ്റെയും ലോകത്തെ ഏത് ഭരണഘടന പ്രകാരവും തെറ്റാണ് എന്ന
മറ്റൊരു സെറോഷിയറി ഹർജിയാണ് പിന്നീട് അദ്ദേഹം സുപ്രീം കോടതിയിൽ നൽകിയത്, അമേരിക്കൻ സുപ്രീം കോടതിയിൽ നൽകിയത്. അതും തള്ളപ്പെട്ടു. അതിനുശേഷമാണ് ദയാഹർജിക്ക് സമാനമായ ഒരു എമർജൻസി പെറ്റീഷൻ, അതായത് ഭാരതത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ ആരോഗ്യത്തെ ബാധിക്കും അല്ലെങ്കിൽ അയാളുടെ ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന രീതിയിലുള്ള ചില പ്രസ്താവനകളൊക്കെ നടത്തി അന്തിമമായ ഒരു പെറ്റീഷനും കൂടി നൽകുകയായിരുന്നു. ആ പെറ്റീഷനാണ് 4-ാം തീയതി തള്ളപ്പെട്ടത്. 4-ാം തീയതി പരിഗണിക്കുകയും 7-ാം തീയതി അത് തള്ളിയെന്ന് US സുപ്രീം കോടതി ഔദ്യോഗികമായി അറിയിക്കുകയും ഉടൻ തന്നെ ഇയാളുടെ ഡിപ്പോർട്ടേഷൻ സാധ്യമാകുമെന്ന റിപ്പോർട്ടുകൾ നൽകുകയും ചെയ്തത്. മറ്റൊരു പ്രധാന നീക്കം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഈ നയതന്ത്ര തലത്തിലുള്ള നീക്കമാണ്. വിവിധങ്ങളായ നയതന്ത്ര തലത്തിലുള്ള നീക്കങ്ങളിൽ നമുക്കറിയാവുന്നതാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് G20 രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിലൊക്കെ വളരെ കൃത്യമായി അത് പ്രഖ്യാപിക്കപ്പെട്ടതുമാണ്. ഭീകരവിരുദ്ധ സഖ്യം അതിന് നേതൃത്വം നൽകുക എന്ന കൃത്യമായൊരു നീക്കം, ഭീകര ആക്രമണങ്ങൾക്കെതിരായൊരു നീക്കം അല്ലെങ്കിൽ എതിരായൊരു സംഘം ആയി മാറുക രാജ്യങ്ങളെല്ലാം എന്ന് തന്നെയാണ് കൃത്യമായി ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം. അതിനായി മയക്കുമരുന്ന് കടത്തിലൂടെ ഭീകരർ നേടുന്ന പണം തടയുന്നതിനൊക്കെ നടപടികൾ സ്വീകരിക്കുക, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സുകളുടെയൊക്കെ പ്രവർത്തനം സജ്ജമാക്കുക എന്നീ നീക്കങ്ങളെല്ലാം വളരെ കൃത്യമായി നടത്തുകയും ചെയ്തിരുന്നു ഭാരതം. അതിൻ്റെ ഭാഗമായി തുടർച്ചയായി ഇയാളെ തിരിച്ചു കൊണ്ടുവന്ന് ശിക്ഷിക്കുക എന്നത് അനിവാര്യമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും പിന്നീട് നമുക്കറിയാവുന്നതാണ് ഫെബ്രുവരി 12-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാനമായി അമേരിക്ക സന്ദർശിച്ചത്. ട്രംപ് അധികാരത്തിലെത്തിയതിന് ശേഷം അമേരിക്കയെ സന്ദർശിച്ച അദ്ദേഹത്തിൻ്റെ സംയുക്ത പ്രസ്താവനയിലും അദ്ദേഹം ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ കൃത്യമായി ഈ ആവശ്യം ഉന്നയിക്കുകയും ട്രംപ് തന്നെ സംയുക്ത പ്രസ്താവനയിൽ ഈ തഹാവൂർ റാണയെ ഭാരതത്തിന് വിട്ടു നൽകും, അവിടെ വിചാരണ അയാൾ നേരിടണം, വിട്ടു നൽകുക തന്നെ ചെയ്യുമെന്ന് പറയുകയും ചെയ്തത്. അന്ന് ഈ സെറോഷിയറി ഹർജി മാത്രമായിരുന്നു വരെയുള്ള നടപടികളായിരുന്നു പൂർണ്ണമായിരുന്നത്. അതിനുശേഷമാണ് വീണ്ടും പരാതി നൽകുകയും ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഭാരതത്തിലേക്ക് ഇയാളെ തിരിച്ചെത്തിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ് ഭാരതത്തിൽ ഇയാൾ എത്തിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അന്ന് ഈ ആക്രമണം നടന്ന സാഹചര്യത്തിൽ. അതുപോലെ തന്നെ കൊച്ചിയിലും എത്തിയിട്ടുണ്ടെന്ന് അന്ന് NIA-യുടെ അധ്യക്ഷനായിരുന്ന NIA മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന നിരവധിയായ വിഷയങ്ങളുണ്ട്. ഇത്തരത്തിൽ കൃത്യമായ ഒരു ആസൂത്രണം നടത്തി ഭാരതത്തിലേക്ക് വരുന്നത് തടയാനുള്ള എല്ലാ നീക്കവും തഹാവൂർ റാണയുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം മറികടന്നാണ് ഇന്ന് ഇയാളെ ഭാരതത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഇനി സ്വാഭാവികമായ നടപടികൾ, അതായത് ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നാണ് അല്പസമയം മുമ്പ് ഗൗതം റിപ്പോർട്ട് ചെയ്തത്. അറസ്റ്റ് രേഖപ്പെടുത്തി 24 മണിക്കൂറിനകം